ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, ഉഴുന്ന്, കടുക്, ഇഞ്ചി, ഇത്ര സാധനം ഇതിലിട്ടിട്ടുണ്ട്. ഇളക്കി നമുക്ക് വരണ്ട് വരട്ടെ. ഇത് നല്ലോണം വഴണ്ട് വന്നാലാണ് നമുക്കിതിലേക്ക് എന്നിട്ട് റവ ഇടണം. വറുത്ത് വെച്ച റവയാണെങ്കിലും നമ്മൾ പിന്നെ ഒന്നും കൂടി എണ്ണയിലിട്ട് വറക്കണം. നമ്മൾ വറുത്ത് വെച്ച റവയാണ്, പക്ഷെ ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളിയുടെ കൂടെ പിന്നെയും ഒന്ന് വറുത്ത് എടുക്കും. നമുക്ക് റവ എടുക്കാം. ഇത് വറുത്ത് വെച്ച റവയാട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ആവണം കേട്ടോ, അല്ലെങ്കിൽ റവ ഇടുമ്പോൾ ഒരു കട്ട പോലെ ഇരിക്കും, ഒരു രുചി ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ ആ റവ ഇതിലിട്ടൊന്ന് വറുത്ത് എടുത്തിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും. ഇതിന് വേണ്ട വെള്ളം ഞാനിത് അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയോളൂ, നല്ല സൂപ്പറാണ്. നമുക്കെന്നും ഈ നാടൻ ഭക്ഷണം കേട്ടോ. ഉപ്പുമാവ്, പുട്ട്, ദോശ, വെള്ളപ്പം, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി, അങ്ങനെയാണ്. വെറൈറ്റി വലിയ എണ്ണയ്ക്കകത്ത് പൊരിച്ചതോ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളും കുറവുണ്ട്. ഡെയിലി രാവിലെ ഒരു വീട്ടിൽ എന്താണോ സാധാരണ ഉള്ള ഭക്ഷണം, ചോറാണ്, അതിനൊരു ഉപ്പേരി, എന്തെങ്കിലും ഉള്ള സാധനം വെച്ചിട്ട് ഒരു ഉപ്പേരി, ഒരു കറി, അല്ലെ മോര് കറി, അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ ഇഷ്ടം. അതാണ് നല്ലത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കും, അയ്യോ ഇവർക്ക് എന്താ എപ്പോഴും തോരനുള്ളൂ, എപ്പോഴും ഇങ്ങനത്തെ ഉള്ളതെന്നൊന്നും ചിന്തിക്കണ്ട. നമ്മൾ സാധാരണക്കാരാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിലും ഇതാണല്ലോ നല്ലതും. എന്നും നേരം വെളുക്കുമ്പോഴത്തേക്കും ബിരിയാണി, ഇറച്ചിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മൾ ഉപ്പ് വരെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ടേക്കാവേ. ആയിട്ടില്ല കേട്ടോ, ഒന്നും കൂടി ആവണം. എന്നിട്ട് വേണം അടുത്ത സാധനങ്ങൾ ഇടാൻ. ഇനി നമുക്ക് റവ ഇട്ടിട്ടുണ്ടല്ലോ, ഇനി നമുക്കിതൊന്ന് ഇളക്കാം.
അപ്പോൾ നമ്മൾ റവയൊക്കെ ഇട്ടു നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഈ പറയും പോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ റവ ഉപ്പുമാവ്. ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഈ 21 മുതൽ പറഞ്ഞ് 26 ഞാനത് നിർത്തിയിട്ടില്ല, ഞാനത് നിർത്തുമില്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പറയും. ഇപ്പോൾ 2026 തുടക്കത്തിലല്ലേ, കഴിഞ്ഞ വർഷം പോലെ തന്നെ ആണ് എല്ലാ വർഷവും. ഓരോ വർഷം കഴിയുന്നതും എല്ലാം പിന്നെ വരുന്ന വർഷവും ആ വർഷം പോലെ തന്നെയാണ് അല്ലേ. നല്ലതും ചീത്തയും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു വർഷം വീണ്ടും പോകും നമുക്ക് ഓരോ വർഷവും. ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം, ഈ വർഷത്തിൽ ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കും, ആ വർഷത്തിൽ ഞാൻ അത് ചെയ്യും, ഈ വർഷത്തിൽ ഇത് ചെയ്യും. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവം വേറെന്തെങ്കിലും ഒന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ വിചാരിച്ച കാര്യം നടക്കാൻ പറ്റില്ല. അത് ജീവിതത്തിൽ എന്താണോ ദൈവം വെച്ചേക്കണം അത് മാത്രമേ നമുക്ക് നടത്താൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് വാഗ്ദാനങ്ങൾ നമ്മളെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടും കാര്യമില്ല. ദൈവം എപ്പോഴാണ് നമ്മളെ വേറെന്തെങ്കിലും ഒരു വഴിക്ക്, ചിലപ്പം നമ്മുടെ ആയുസ് എത്ര കാലം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ വാഗ്ദാനമൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. നമുക്ക് നല്ലത് ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം നല്ലതുണ്ടെങ്കിൽ ദൈവം നമുക്ക് ആ നല്ലത് തരും. മോശം ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് തരും. അപ്പോൾ ദൈവം തരുന്നത് എന്താണോ അത് സ്വീകരിച്ചും കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ 26 നമുക്ക് സ്വീകരിച്ച് നല്ല രീതിയിൽ നമ്മൾ നന്നാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഓരോ വ്യക്തികളും നന്നാകുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഉപ്പുമാവ് നല്ലോണം ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ല തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കണം, എന്നാലാണ് കളർഫുള്ളായ ഉപ്പുമാവാട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചേക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതേപോലെ നിങ്ങളെങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല. എല്ലാവരും റവ ഉപ്പുമാവ് ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ടാവാം. അപ്പം ഇങ്ങനെ നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പം കുറേ പ്രാവശ്യം ഇതിനകത്ത് പറഞ്ഞുപോയി. ലൈക്ക്, ഷെയർ, സപ്പോർട്ടെന്ന്. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചേക്കാം. വെള്ളം കുറവാണ്. അടുത്തൊരു വീഡിയോ കാണാം.